ഫുക്രിയിലേക്ക് സ്വാഗതം. സ്പെയിനിൻ്റെ സൂപ്പർ താരം ലാമിൻ യമാലിന് പരിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അർജൻറ്റീനയ്ക്കെതിരെയുള്ള ലോകകപ്പ് ഫൈനൽ, അതായത് വരുന്ന ഞായറാഴ്ച നടക്കുന്ന ലോകകപ്പ് ഫൈനലിൽ അദ്ദേഹം പങ്കെടുക്കില്ലേ എന്നൊക്കെ ഒരു ആശങ്ക ആരാധകർക്കിടയിലുണ്ട്. ഈ ആശങ്ക സ്പാനിഷ് ക്യാമ്പിലുമുണ്ട്, സ്പെയിനിൻ്റെ ക്യാമ്പിലുമുണ്ട്. കാരണം പരിക്ക് ഏത് ലെവലിലുള്ളതാണ്, എന്തൊക്കെയാണ്, അത് മോശമാകുമോ എന്നൊക്കെയുള്ള ആശങ്കയാണത്. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് മസിലുമായി ബന്ധപ്പെട്ട കാലിൻ്റെ തുടയിൽ, ഇടത് കാലിൻ്റെ തുടയിൽ ചെറിയ വേദനയുണ്ട്. മസിൽ ലോഡാണത്, മസിൽ ഇഞ്ചുറി ആണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതൊരു വലിയ പരിക്കല്ല, ചെറിയ പരിക്കാണ്, ഗുരുതരമല്ല പരിക്ക് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഫൈനലിൽ കളിക്കാൻ അതൊരു തടസ്സമാകില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ പല മാധ്യമങ്ങളും ആശങ്ക പരത്തുന്നുണ്ട്, വെറുതെ യമാലിന് പരിക്കാണ്, ഫൈനൽ കളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ ഒന്നിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിസ്സാര പരിക്കാണ്. പക്ഷേ ആ പരിക്ക് ഇപ്പോൾ കാരണം 100% ഫിറ്റ്നസ് ഇല്ലെങ്കിലും യമാലിനെ ഫൈനലിൽ കളിപ്പിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു കളിക്കാരനാണല്ലോ. അപ്പോൾ യമാൽ എന്തായാലും ഫൈനലിൽ കളിക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. യമാലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ പരിക്കല്ല. അദ്ദേഹം ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പരിക്കിലായിരുന്നു, അദ്ദേഹം വിശ്രമത്തിലായിരുന്നു. ലോകകപ്പിൻ്റെ കുറച്ച് മത്സരങ്ങളിൽ ആദ്യ 11 ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുതിയൊരു പരിക്കൊന്നുമല്ല ഇത്. അപ്പോൾ എന്തായാലും ആ പരിക്ക് ലോകകപ്പ് ഫൈനൽ കളിക്കാൻ പറ്റാത്ത വിധം ഒരു പ്രശ്നമായിട്ട് മാറും എന്ന് ആരും കരുതുന്നില്ല. യമാൽ എന്തായാലും ഫൈനൽ കളിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.